ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഉമ്മാനെ ഇങ്ങനെ ഷോപ്പിൽ കേട്ടോ ഷോപ്പിട്ട് ഓരോരു പതിച്ച് കിട്ടുമോ ഇങ്ങനെ ഞാൻ ചിരിച്ചും കളിച്ചും ഓരോട് ഇങ്ങനെ ഷോപ്പിടാത്തോ. ഈ ഷോപ്പിടുന്ന എന്തിനാണ് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ കാണിച്ചെടുത്തോ. അങ്ങനെ ഷോപ്പിട്ട് ഞാനൊരു വടിവായിട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ശൈലിയിൽ വന്ന് കൊച്ചായിട്ട് ഷോപ്പിടാമെന്ന് വിചാരിച്ചു. ഷോപ്പിട്ട് ഞാനൊരു വടിവായി അങ്ങനെ എൻ്റെ പണിക്ക് ഞാൻ തുടങ്ങാൻ പോവാന്ന്. എൻ്റെ പനി എന്താ അറിയോ? ഇതാണ് തീപ്പൊയിൻ്റെ അടിയിൽ കയറണം. ഒത്തിരി നാളത്തെ ആഗ്രഹമായതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കിടന്നത്. മൂവി വരുന്നതിന് മുമ്പ് ഞാൻ ഇത് കഴിക്കണം, അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കേടാൻ സിമ്പിളായിരുന്നു. എങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനിപ്പോൾ ഇതിലൂടെ കേടി വന്നേ, എനിക്കെന്നെ ഓർമ്മയില്ല. അച്ഛനെ ഞാൻ കൂങ്ങിപ്പോയി, എൻ്റെ തലയൊക്കെ കൂങ്ങിപ്പോയി ഗൈസ്. കുറേ നേരം ആടെയും വരുന്നുണ്ടോയെന്നൊക്കെ നോക്കാനൊക്കെ നോക്കിത്തോ. എവിടെ എനിക്ക് നോക്കാനേ പോകത്തണ്ടേ, ഇങ്ങനെ ഉള്ളോട്ട് തന്നെ കയറി പോവാന്ന് വിചാരിച്ച് അങ്ങനെ കാലെടുത്ത് ഉള്ളിൽ കയറ്റിയപ്പോഴത്തേക്കും പിന്നെ എൻ്റെ കാല് കുങ്ങിപ്പോയി. അല്ല പറ്റുമോ, എനിക്കിപ്പോൾ വേദന ആകുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ മുബി കണ്ടിട്ടുണ്ട് എന്നെ അടിച്ച് പരത്തും. പറ്റുമോനെ ഞാനെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇറങ്ങാനാവോ? ഒന്ന് നോക്കട്ടെ. അല്ലോ ഇവള് വന്നോ? പച്ചോനെ പണി എത്തി. ഞാനൊന്ന് എങ്ങി നോക്കട്ടെ എന്തായാലും. ഇനിയിപ്പോൾ എങ്ങിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അടി പാശലായിട്ട് വരും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ സിമ്പിളാ. തല പൊത്തിട്ട് കൈ ഇത് പറ്റുന്നുമില്ല. ഇതിപ്പോൾ എന്താ ഇറങ്ങി ഞാൻ രക്ഷപ്പെട്ടു ഗായ്സ്. ഒടുവിലത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ പുറത്തിറങ്ങി. തലയൊന്നും കുത്തിയില്ല. ഹലോ സന്തോഷായി. ഹലോ ഇതിൻ്റെ ഉള്ളിൽ വേറെന്തോണ്ടോ? ഞാൻ ഒന്നും കൂടി ഒന്ന് കയറി നോക്കട്ടെ. ഇപ്പം എന്താ ചെയ്യുക? അല്ലേ വേണ്ട. കാലൊന്ന് കയറ്റി. അല്ലോ തല കുത്തി. അല്ല വച്ചോനെ എനിക്ക് തല കുത്തി പൂവിയേ. ഒന്ന് ഊഞ്ഞേരോ? നല്ല വേദന എന്തിട്ടോ. വല്ലക്കമ്മത്തെ തീപ്പോയി. ഇനി തെടിയണോ?